ഗുഡ് മോർണിംഗ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. ഓക്കെ, സോ എത്ര ദിവസമായില്ല നമ്മൾ ഈ റൂമിൽ നിന്ന് ഇൻട്രോ എടുത്തിട്ട്. മിസ് യു റൂം. ഇത് റൂം എന്റെ പുക്കി റൂം. ഞാനപ്പോ ഒന്ന് വീട്ടിൽ വന്ന വേറെ ഒന്നല്ല, കുഞ്ഞു ഒരു കുരുത്തക്കേട് ഒപ്പിച്ചിട്ട് നല്ലോണം കിട്ടിയിട്ടുണ്ട്. ഇമ്മന്റെ അവൾക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ട്. പൂച്ച പോരാണ്ട് അവൾ വേറൊരു സാധനം കൂടി വാങ്ങി കൊളാക്കിന് കഴിച്ചു. വാങ്ങിയാൽ ഈ സാധനം മാത്രമാണ് അത്ര വേർത്തി, കാണാൻ അടിപൊളിയാണ്. പക്ഷെ ഈ ചൂട് കാരണം ഇവിടെ ഒന്നും ഇരിക്കാനൊന്നും ഒരു കണക്കിലും കഴിയില്ല, ചുട്ട് പൊള്ളുകയാണ്. അരെ കുഞ്ഞു, നീ പുതിയൊരു കുരുത്തക്കേട് ഒപ്പിച്ചെന്ന് കേട്ടു. നല്ലൊരു ചോരക്കളി കഴിഞ്ഞിട്ടാണ് കുഞ്ഞുമ്മച്ചോടെ നിൽക്കുന്നത്. ഫുൾ പരുക്കാണല്ലോ. എന്താണ് സംഭവിച്ചത് കുഞ്ഞുമോളെ? വീട്ടിൽ എന്റെ രണ്ടാമത്തെ മോളെ കൊണ്ടുവന്ന. രണ്ടാമത്തെ മോളോ? അതിനിവിടെ ഭയങ്കര. നീ ചിരിക്കണ്ട, കൂട്ടി കൊടുക്കുന്ന. ഒരിക്കലില്ല, ഞാൻ അമ്മനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ ഹൈക്കമാൻഡിലേക്ക് വിളിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ ഇല്ല കുഞ്ഞു ഉമ്മച്ചിനെ ചോദിച്ചു നോക്ക്. ഞാൻ ഉമ്മച്ചിനെ കയ്യിൽ ഫുൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിനക്ക് വേണ്ടി ഞാൻ സംസാരിച്ച്. കാരണം ഇവിടെ ഒരു അങ്ങനത്തെ ഒരു കുരുപ്പിനാണ്. ഇമ്മച്ചിന്റെ മുമ്പിൽ അത് വേറെ മൃഗമാണ്, ഇവളെ മുമ്പിൽ അത് വേറെ മൃഗമാണ്. അതാണ് പ്രശ്നം. കാണിച്ചു കൊടുക്കാം, സാധനത്തിന് കാണിച്ചു ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം. ബൈ ദ വേ, ഐ മിസ് മൈ പ്ലേ ബട്ടൺ. നിന്റെ പ്ലേ ബട്ടൺ എന്താ? ഒന്നൊന്നരാഴ്ചനുള്ളിൽ എത്തും. അവിടെ ട്രാക്കിംഗ് വന്നോ എന്റെ മോളെ? അപ്പൊ അൺബോക്സിംഗ് ഡ്യൂഡ്, അപ്പൊ എനിക്ക് 2 ചാനൽ, നിനക്ക് 2 ചാനൽ. കൺഗ്രാറ്റുലേഷൻസ്. ഇനി നമ്മൾ മൃഗശാലയിലേക്കാണ് കയറാൻ പോകുന്നത്. മൃഗശാല ഞാൻ കാരണം ഇവള് ഇമ്മച്ചി പറഞ്ഞത് ഇത് എലിയാണെന്നാ, പക്ഷെ ഇവള് പറഞ്ഞത് ഇത് ആംസ്റ്റർ ആണ്. 2 ഇതാണ്. ഇമ്മച്ചിന്റെ കണ്ണിൽ ഇത് എലി, എലിനെ കണ്ടാൽ മടിക്കും. അതെ, എലിനെ കണ്ടാൽ മടിക്കും ഉറപ്പാ. പിടിയും വലിയ അടി. അതായിരുന്നു വീഡിയോ എടുക്കേണ്ടി വന്നത്. ഞാൻ ഇപ്പൊ താൽക്കാലികമായിട്ട് ഇട്ടത്. നീ വേറെ അതിന്റെ വീടൊക്കെ സെറ്റ് ആക്കുന്നു. ജയലക്ഷ്മിന്റെ ബ്രാൻഡാ. ജയലക്ഷ്മി ഓളൊക്കെ ഇറങ്ങിയിരുന്നു കേട്ടോ. പിന്നീച്ചാണ് ഫുഡ് കൊടുത്ത്. ഇതിനെ കണ്ട ഇമ്മനെ പറഞ്ഞ ഒരു കാര്യമില്ല. കളറാണ് മേടിച്ചത്. ഇതിനെ കണ്ട എലിന്നാ കുഞ്ഞോളെ പറയാ. കണ്ടില്ലേ, ഇത് എലിയാണ്. ഞാനായിട്ട് ഇണങ്ങി വരുന്നുണ്ട് കേട്ടോ. ലാസിയൊക്കെ അവിടെ ഇതിന് മോള് കയറി നിക്കാണ്. അതായത് ഇതിനെ കാണുന്നില്ല, ബോക്സിൽ കാണായിട്ട് അതിന്റെ മോളിൽ കയറി നിക്കണെന്ന് പറയാ. ഇതിനെ നിലത്തിട്ട് ഒറ്റോട്ടാണ്. ഞാൻ അവിടത്തെ സാധനം അതിന്റെ ഉള്ളിൽ കൂടെ പോയി. അതിന്റെ ഉള്ളിൽ കൂടെ പോയ പണിട്ടിട്ട് തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ തിന്നണ കാണാൻ എനിക്ക് ഇഷ്ടം. ഒന്നുകൂടി ഞാൻ കൊടുത്തോ. കാരണില്ലേ, അത് മറ്റേ ഈ ഇവിടെ ഉള്ളിൽ ഇങ്ങനെ അങ്ങനെ തിന്നത്. എന്ത് സീഡാ കൊടുക്കുന്നത്? ഇതിന് പല സീഡുണ്ട്, മിക്സഡാ, എല്ലാ ടൈപ്പ്. ഇപ്പൊ ഇത് കൊടുക്ക. ഇതെന്താ എനിക്കറിയില്ല, വടിപ്പോലത്തെ സാധനം. ഇതാ മേടിക്കാൻ അറിയില്ല കേട്ടോ, ഇല്ല തോന്നുന്നു. അതാ എന്നിട്ട് വല്ല ഉള്ളിലെങ്ങാനും പോയി ഒളിപ്പിച്ച് വെക്കും. ഇതൊക്കെ ഇതിലൊക്കെ ഇത് ഒരു സൈഡ് ഉണ്ടാക്കി വെക്കൂ. അപ്പൊ ഇങ്ങനെ ആക്കി ഉള്ളു പോയി ഒലിച്ച് അതൊക്കെ ഇതിലുണ്ട്. അല്ല, അത് സീഡിന്റെ തൊലിയാ. അത്ര വലിപ്പമില്ല, ഒരു മുത്തുമണിന്റെ അത്ര ചെറുതല്ലേ. പിന്നെ ഇത് ഭയങ്കര വൃത്തിയുള്ള എനിമലാട്ടോ. ഇതന്നെ ഭയങ്കര വൃത്തിയാ, പൂച്ചള പോലെ തന്നെ. നീ വീട് ശരിയാക്കണം. വീടോ? വീടിന് മറ്റേ ഓടുന്ന സാധനമൊക്കെ വെക്കണം. കണ്ടില്ലോ സംഭവം കൊള്ളാം. ലാസി നല്ല നോട്ടാട്ടോ. അന്നെ മൈൻഡ് ചെയ്യില്ല, നോക്കിക്കോ. എന്നെ മൈൻഡ് ചെയ്യില്ല, ഓളതാ അതിന്റെ കൂടെ കൂട്ട്. ഇതിപ്പോ ലാസിക്ക് ഞാൻ സ്നേഹം ഇങ്ങനെ നോക്കുകയാണ്. എന്നെ മൈൻഡ് ചെയ്യില്ല. എന്റെ കഥ കഴിഞ്ഞു. ലാസ്റ്റ് ചാപ്റ്റർ ക്ലോസ്ഡ്. പോയിരുന്നു എന്റെ ഫ്ലാറ്റിലേക്ക്. ഉമ്മണ്ടോ? കൊണ്ടുപോ, എലീനെ കൊണ്ടുപോ.
ലാസിക്ക് ഉമ്മ കൊടുക്കും. ലാസി ഉമ്മ വെച്ചാ ലാസി ഒരു ഉമ്മ എടുത്താ ഇപ്പോൾ ഇത് എന്താ നീ അറിയത്തില്ല, ഒരു പടച്ചു കളിക്കുന്ന സാധനം ആണോ ലാസി? അങ്ങനാണോ? തൊക്കടു. ഇതാണ് ചക്ക ഗൈസ്. നല്ല യമണ്ടൻ ചക്കാണ്. പക്ഷെ മധുരം ഇല്ലല്ലോ നിങ്ങളെ, തീരെ മധുരമില്ല ഗൈസ്. ലോക്കൽ ഫുഡ് ആണോ? സഹൃദയരെ, അങ്ങനെ ഞങ്ങൾ ചിലപ്പോൾ കാറ് സ്വാപ്പ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യാണ്. ഒരാഴ്ചത്തേക്ക് കുഞ്ഞുനെന്റെ പടച്ചോനെ, ഇവൾക്ക് ഞാൻ എടുത്ത ആ പെട്രോൾ അതേമാതിരി അടിച്ചിട്ട് കൊടുത്തത്. അത് നീ ഇവിടെ നോട്ടിട്ട് ട്രിപ്പ് പോകുമ്പോ മൈലേജ് നീ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ മൈലേജ് നിന്റെ കുഴപ്പമില്ല, മനസ്സിലായ? ആടി അങ്ങനെ പറ. അപ്പൊ ഒരാഴ്ച ചിലപ്പോ ഞങ്ങൾ കൺഫേം ചെയ്തില്ല. കുഞ്ഞു അങ്ങനെ ആണെങ്കിൽ 1-2 ദിവസം മിനിയിൽ ചെത്തി കളക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഞാൻ തരില്ല. ഇവളെ കൂടെ അന്ന് ഞാൻ കാറിൽ പോയിട്ട് എത്ര ആൾ വണ്ടിക്ക് നിർത്തിടുമ്പോ ഇങ്ങനെ പോകുന്നത് മൂക്കിന്റെ തമ്പത്ത് കൂടെ കേസ് വണ്ടി എനിക്കത് കണ്ടു നിൽക്കാൻ കഴിയാത്തോണ്ട് ഞാൻ കാറിന് ഇറങ്ങി പോയി. അത് ഈ റോഡാണ്. ഈ റോഡ് നീ അപ്പുറത്തെ റോഡ് കൂടി പോക്കി, അത്ര ചെറിയ റോഡ്, മെല്ലെ പായുള്ളൂ. മാർഡിയോ? മാമിയല്ല, മാർഡി എന്നാ വായിക്കുന്നോള്. ഗൈസ്, അപ്പൊ ഇതാക്കണ കുഞ്ഞ് നമുക്കൊരു ഉപകാരം ചെയ്യുന്നുണ്ട്. വെള്ളം ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് ഇവിടുന്ന് വെള്ളം കടത്തിക്കൊണ്ടുപോകും. കാരണം എന്താ അറിയോ, അവിടെ നമുക്ക് ക്ലോറിൻ വാട്ടർ ആണ്. അപ്പൊ അത് വെച്ചിട്ട് മുടിയൊക്കെ കൊഴിഞ്ഞു തുടങ്ങി, ഭയങ്കര സീനായി. ക്ലോറിൻ വാട്ടർ തലയായിട്ട്. അപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളം കൊണ്ടാണ് അവിടെ തല കാണിക്കാറ്. അപ്പം കുളിക്കാൻ വേണ്ടി ഞങ്ങൾ സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. എന്താ ഞങ്ങൾ സന്തോഷമില്ലല്ലോ എനിക്ക്? ഇവൾക്കില്ലേ ഞാൻ ഇവിടുന്ന് വെള്ളം കൊണ്ടുപോകുന്നതൊക്കെ ഭയങ്കര. കുഞ്ഞുങ്ങളെ വെള്ളമല്ലേ, അതിനെന്തിനു ഇത്ര ചൂടാവേണ്ട ആവശ്യം? വെള്ളത്തിന് ഇങ്ങനെ ഇത് പറ്റില്ല കേട്ടോ. ഞങ്ങളെ ഭയങ്കര മോശം, വെരി ബാഡ് ഓഫ് യു. മുഖമൊക്കെ മാറിയണ്ടില്ല അവളുടെ കള്ളത്തി. വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ കുരുട്ടും എൻ്റെ ഒപ്പം വരുന്നുണ്ട്. അവളെ കാർ എവിടെ ആണ് നിർത്തിയിട്ടത്. എന്താണ് വലിയ ജാടായല്ലോ ഇപ്പല്ലേ. ഞാനിപ്പോ ഫ്ലാറ്റിൽ എത്തിയിട്ട് നല്ലൊരു മഴക്കുള്ള കോളുണ്ടെന്ന് തോന്നുന്നു. എന്താണ് ഇവിടെ സംഭവിക്കണ എനിക്കറിയില്ല. വീട്ടില് വെയിലോട് വെയിലാണ്, അവിടെ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. നിങ്ങൾ കണ്ടില്ലേ ഇവിടെ മഴ നോക്കി കണ്ടില്ലേ, അവിടെ ഒക്കെ വെള്ളമായി കിടക്കുക. ഈ എന്താ അവിടെ സംഭവിക്കുന്നത്? ഫ്ലാറ്റിൽ മഴ, വീട്ടില് വെയില്. ഫ്ലാറ്റിലെത്തിയപ്പോ നോക്കണ അൽഫി നല്ല സാമ്പാറും പൊരിച്ച് വെച്ചിട്ടുണ്ട്. സാമ്പാറല്ല സംഭവം, നല്ല കൂന്തള കഴിച്ചത്. കൂന്തള അവിടെ നിന്ന് പൊരിച്ച് സെറ്റാക്കി വെച്ചു. പുറത്ത് വെക്കാം. ഇവിടെ നല്ല മഴക്കാറല്ലേ. ഇവിടെ ഇപ്പൊ വീണ്ടും ഇനി ഒരു വട്ടോടി മഴ വരും. ഇപ്പൊ മഴ നിന്നിട്ടേ ഉള്ളൂ. എന്റെ വീടും ഫ്ലാറ്റും ആയിട്ട് അറൗണ്ട് 2.5-3 കിലോമീറ്റർ ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. അവിടെ പെരും വെയില്, ഇവിടെ ഇടിക്ക് വെട്ടി മിന്നലൊക്കെ വെട്ടിട്ട് മഴ പെയ്യാൻ പോണ്. 2 കിലോമീറ്റർ ഡിഫറൻസിലാണ് ഇത്രയും മാറ്റങ്ങൾ കഴിച്ചത്. ഗേസ് ഇപ്പൊ ഇതാക്കണം. അവിടെ ഓൾറെഡി കഴിക്കാൻ തുടങ്ങി കേട്ടോ. ചോറ്, തൈര്, മീൻകറി, പിന്നെ ഞാൻ മാങ്ങ വാങ്ങിയിരുന്നു. മാങ്ങ ഞാൻ സാൻഡ്വിച്ച് അല്ല ബ്രെഡിന്റെ അതിൽ ചെത്തിട്ടോ. സോ അടിപൊളിയാണ് കാണാൻ. ഇന്നലെ വാങ്ങിയ മാങ്ങ നല്ല ടേസ്റ്റ് ആയപ്പോൾ ആ ഷോപ്പിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിയതാണ്. അതിൻ്റെ കഴിച്ചു നോക്കാം. ഓക്കെ ദേവി, ഓക്കെ പറ്റിച്ച് കൊള്ളത്തില്ല. ഏവറേജ്. ജ്യൂസ് അടിച്ച അടിപൊളിയായിരിക്കും. ഇനി കൂന്തളും കൂട്ടി ചോറ് കഴിച്ചു നോക്കാം. ഈ കറി അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി വിഷയം കറിയായിരുന്നു. എന്ത് മീനായിരുന്നടി? പിലോപ്പി. നമ്മൾ അന്ന് വാങ്ങിയില്ലേ? അന്ന് വാങ്ങി ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞ് ഫുഡ് കഴിച്ച് മിക്കവാറും എൽഫി ആംസ്റ്ററിനെ അങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും. ഇവിടെ കൊണ്ടുവന്നാൽ താങ്കൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടോ? നല്ല ബുദ്ധിമുട്ടുണ്ട്. അവിടെ മമ്മിയാണ് വില്ലത്തി, ഇവിടെ അവള് വില്ലത്തി. ഇവൾക്ക് പൂച്ചൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല. പൂച്ചനെ കൊണ്ടാട്ടുന്ന എനിക്ക് പൂച്ചകളെ, മൃഗങ്ങൾ അങ്ങനെ അതിനൊന്നും കൊഞ്ചിക്കാനുള്ള ഒരു ഇതില്ല. ഇവിടെ ആകപ്പാടെ കൊഞ്ചിക്കുന്നത് തന്നെയാണ്. പിന്നെ ഞാനിവിടെ പൂച്ചനെ കൊണ്ടാടുത്തത് നമ്മള് ബാൽക്കണി തുറന്ന ഹാംസ്റ്റർ എനിക്ക് കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഒന്നാമത് അതിനുള്ള സ്ഥലമില്ല. സ്ഥലം ഉണ്ടെങ്കിൽ അതിനവിടെ കൊണ്ടുപോയി അതിനടുത്ത് എറിയാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഒരാക്രമണം കഴിഞ്ഞ് ഇമ്മങ്ങനെ റെഡിയായി നിൽക്കുക. ഏത് നിമിഷം അതിനടുത്ത് എറിയും. പാവാണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ച് ഞാൻ അങ്ങോട്ടോട്ട് കൊണ്ടുവരാൻ വിചാരിച്ചു. നോക്കട്ടെ. എലിയെ കുഞ്ഞു കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ എന്തെങ്കിലും പരിഹാരം കണ്ടു. അല്ലെങ്കിൽ നിന്റെ കഥ കട്ടപ്പൊക്ക. ഇമ്മക്ക് ഇപ്പോൾ അത് എലിയാണ്. ഓക്കെ, സോ വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ. ബൈ.